ഹായ്. ഇപ്പം നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് ബിസിനസ് കൺസൾട്ടൻസി സ്ഥാപനങ്ങളുണ്ട്. പുതിയ കമ്പനി തുടങ്ങുക, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുക, ലൈസൻസ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നൊമാറ്റോയിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, എങ്ങനെ അവരൊരു കസ്റ്റമർ ജേണി വളരെ സിമ്പിളാക്കിയിട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും രണ്ട് കസ്റ്റമറുള്ളൂ, ഒന്ന് പുതിയ കസ്റ്റമറും ഒന്ന് നിലവിലുള്ള കസ്റ്റമറും അല്ലേ. അപ്പോൾ നിലവിലുള്ള കസ്റ്റമർ കുറിച്ചിട്ട് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നില്ല, പുതിയ കസ്റ്റമർ. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള പുതിയ കസ്റ്റമർ ഉണ്ട്? ഒന്ന് നമ്മൾ പെയ്ഡായിട്ട് വരുന്ന കസ്റ്റമർ, ഓക്കെ, നമ്മൾ മെറ്റേലോ കാര്യങ്ങളൊക്കെ ആഡൊക്കെ കൊടുത്തിട്ട് വരുന്ന ഒരു ടൈപ്പ് കസ്റ്റമർ. പിന്നെ ഒന്ന് നമുക്ക് ഡയറക്റ്റ് വരുന്ന എൻക്വയറീസ്, ഓക്കെ, ചിലപ്പോൾ നമ്മുടെ ഓഫീസോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ബന്ധങ്ങളിലും അങ്ങനെയൊക്കെയുള്ള കസ്റ്റമർ. പിന്നെ ഒന്നുള്ളത് മൂന്നാമത്തത് റെഫറലായിട്ട് വേറെ ആരെങ്കിലൊക്കെ നമുക്ക് റെഫർ ചെയ്യുന്നത്, എക്സിസ്റ്റിംഗ് കസ്റ്റമർ റെഫർ ചെയ്യുന്നത്, ഈ രീതിയിലൊക്കെയുള്ള കസ്റ്റമറാണ് മൂന്നാമത്തെ കസ്റ്റമർ. അപ്പോൾ ഈ രീതിയിലുള്ള 3 കസ്റ്റമർ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഫോം ഉപയോഗിച്ചിട്ട്, ഇപ്പോൾ നമ്മൾ പെയ്ഡ് ആയിട്ടാണെങ്കിൽ മെറ്റ ഫോം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ ഫോം ഉണ്ട്, മറ്റൊരു ഫോം ഉണ്ട്, ആ ഫോം ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ലീഡിനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളതിനെ കോൺടാക്ട് ചെയ്യുന്നോ എൻക്വയറി ചെയ്യുന്നോ എന്ത് പറഞ്ഞാലും നമുക്കൊരു ലീഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. വന്നു കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്ട് നമുക്ക് സേവ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സാണ്. ഓക്കെ, നമ്മൾ കോൺടാക്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലേക്ക് ആഡ് ചെയ്യാം, നമുക്കതിനെ ടാഗ് ചെയ്യാം, നമുക്കതിനെ CRMലേക്ക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്കൊരു സ്റ്റാഫിനെ, ഒരു ലീഡ് വന്നാൽ അതൊരു സ്റ്റാഫിനെ അസൈൻ ചെയ്യാം. അതേപോലെ തന്നെ നമുക്കൊരു ഇന്റേണൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ ഓണർക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എൻക്വയറി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു മെയിലോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജോ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിനോ സ്റ്റാഫിനൊക്കെ. അതേപോലെ തന്നെ നമ്മൾ കസ്റ്റമർക്ക് റിപ്ലൈ കൊടുക്കുക, ഒരു എൻക്വയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഗൂഗിൾ ഷീറ്റിലും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കസ്റ്റമറെ റിപ്ലൈ കൊടുക്കുന്നത് നമുക്ക് 2 രീതിയിൽ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി പറ്റും. ഒന്ന്, നമുക്ക് എന്ത് ചെയ്യാം, ഈ വന്ന കസ്റ്റമർ എൻക്വയറി നമുക്കൊരു AI ഏജന്റിനെ നമുക്ക് അസൈൻ ചെയ്യാം. AI ഏജന്റ് എന്ന് പറഞ്ഞാൽ AI ഏജന്റ് നമ്മൾ നേരത്തെ കൊടുത്തു വെച്ചിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ചിട്ട് അവർ ഏത് സമയത്ത്, മീൻസ് 24 hours ആണെങ്കിലും ഏത് ലാംഗ്വേജിൽ എന്ത് ചോദിച്ചാലും എന്ത് ചെയ്യും, അതിന് ആൻസർ ചെയ്യും. അത് ആൻസർ ചെയ്യുന്നത് വാട്സപ്പിലാണ് ആൻസർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതല്ലാത്ത വേറൊരു ഓപ്ഷന് നമുക്ക് ഓട്ടോമേഷൻ ആണ്. ഓട്ടോമേഷൻ മീൻസ് നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ടെംപ്ലേറ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമർ വാട്സപ്പിലോ മെയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് റിപ്ലൈ കൊടുക്കാം, ടെക്സ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ FAQ ചെയ്തിട്ടുള്ള നമുക്ക് PDF കൊടുക്കുക, ഇമേജ്, വീഡിയോ, വെബ്സൈറ്റിന്റെ ലിങ്ക്, ഇതിനൊക്കെയുള്ളത് നമ്മൾ ഒരു ടൈം ഡിലേ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരുമിച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമർക്ക് നമുക്ക് റിപ്ലൈ കൊടുക്കാം. ഓക്കെ, അപ്പം അങ്ങനെ റിപ്ലൈ കൊടുത്താൽ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റഡ് ആവും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അടുത്ത എന്താണ്, അവർ പിന്നെ പറയാന്ന് പറയും, ലേറ്റർ ആവും, അവർക്ക് ചിലപ്പോൾ ഒരു ട്രസ്റ്റിന്റെ വിഷയം ഉണ്ടാവും, നമുക്കൊരു റിലേഷൻഷിപ്പ് ഒക്കെ ബിൽഡ് ചെയ്തിട്ട് വേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് ഒരു മീറ്റിംഗ് ഇരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഒരു പോസിറ്റീവ് ആൻസർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇൻട്രസ്റ്റ് അല്ലാത്ത, നമുക്ക് പിന്നെ വരാം എന്ന് പറഞ്ഞിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് അവരെ ഫോളോ അപ്പ് ചെയ്യാം. നമുക്കൊരു വീക്കിലി ഒരു റിമൈൻഡർ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ടെസ്റ്റിമോണിയൽ മീൻസ് കസ്റ്റമറെ, ഇതിന് മുന്നേ വാങ്ങിയ കസ്റ്റമറെ വീഡിയോസോ ഇമേജസോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അവർക്ക് അയച്ചു കൊടുക്കാം. അതേപോലെ തന്നെ പുതിയ എന്തെങ്കിലുമൊക്കെ സർവീസോ അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കാം, നമുക്ക് എന്ത് ചെയ്യാം, അവർ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഒരാൾ തയ്യാറായി, ഒന്നെങ്കിൽ ഫസ്റ്റ് തന്നെ തയ്യാറായി, അല്ലെങ്കിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഒന്ന്, നമ്മൾ എന്ത് ചെയ്യുക, ഒരു റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ, ഫസ്റ്റ് തന്നെ ഒരു 1-to-1 മീറ്റിംഗിന് മുന്നേ ഒരു റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ, മീൻസ് നമ്മുടെ സർവീസുകൾ എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്യൂച്ചറിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നമ്മുടെ എക്സ്പീരിയൻസ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റെക്കോർഡിംഗ് വീഡിയോ കൊടുത്താൽ വളരെ നല്ലതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കൊരു ഈ ലീഡിനൊന്ന് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോമും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ക്വാളിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഒരു ഫോം അയച്ചു കൊടുത്തിട്ട് അത് ഫില്ല് ചെയ്യിപ്പിക്കാം. അതേപോലെ തന്നെ ഒരു അഡ്വാൻസ് പേയ്മെന്റ് ഒക്കെ മേടിക്കണമെങ്കിൽ ആ രീതിയിലും ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഒരു കൺസൾട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കലണ്ടർ കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസൾട്ടിന്റെ കലണ്ടറിൽ നമുക്ക് അതിൽ ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരാൾ കൺസൾട്ടിങ്ങിന് ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബുക്കിംഗ് കൺഫേംഡ് ആണെന്ന് പറഞ്ഞിട്ട് അവർക്ക് മെസ്സേജ് പോകുക, നമ്മളെ ഇന്റേണൽ നമ്മളെ എംപ്ലോയീസിന് ആരാണോ ബുക്കിംഗ് എടുക്കുന്നത് അവർക്ക് മെസ്സേജ് പോകുക, നമ്മളെ CRMൽ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാം, നമ്മുടെ കലണ്ടറിൽ അത് റിഫ്ലക്ട് ചെയ്യും. അതേപോലെ തന്നെ അതിന് നമുക്ക് കൺസൾട്ടിങ്ങിന് എന്തെങ്കിലുമൊക്കെ പേയ്മെന്റ് കാര്യങ്ങൾ അങ്ങനെ എന്തൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് മേടിക്കാം. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ബുക്ക് ചെയ്തിരിക്കണം, അപ്പോൾ എന്ത് ചെയ്യാം, അവർക്ക് നമുക്ക് റിമൈൻഡർ അയക്കാം, ഇനി 2 ദിവസമുള്ള മീറ്റിംഗിന്, അല്ലെങ്കിൽ ഇന്നാണ് മീറ്റിംഗ്, അല്ലെങ്കിൽ മീറ്റിംഗ് അടുത്ത 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിമൈൻഡറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഫ്ലോ മുഖാന്തരം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഒരാൾ ഒരു കൺസൾട്ടിങ്ങിന് ബുക്കിംഗ് ചെയ്തു, അപ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുന്നത്, ചില ആൾക്കാർ എന്ത് ചെയ്യും, അത് അറ്റൻഡ് ചെയ്യില്ല അല്ലേ, അല്ലെങ്കിൽ അത് ക്യാൻസൽ ആക്കും, റീഷെഡ്യൂൾ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ വീണ്ടും ഫോളോ അപ്പ് ചെയ്തിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യാം, അത് ബുക്കിംഗ് ചെയ്യിപ്പിക്കാം. അത് നമുക്ക് ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ഓട്ടോമാറ്റിക്കായി ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇനി ഒരാൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് മീറ്റിംഗിൽ അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് നിങ്ങളൊരു ക്ലാരിറ്റിയുള്ള പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക, നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷനും റൂൾസും കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, നിങ്ങളെ സർവീസിന്റെ അഡ്വാൻസ് പേയ്മെന്റോ അല്ലെങ്കിൽ ഫുൾ പേയ്മെന്റോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിക്കാം. ഓക്കെ, അതേപോലെ തന്നെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവർക്ക് താങ്ക്സ് മെസ്സേജ് അയക്കാം, അവരെന്തെങ്കിലും പെയ്ഡ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അവരെങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യാം, അവരെ നിങ്ങൾക്ക് CRMൽ ചേഞ്ച് ആവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ചും ബിസിനസ് കൺസൾട്ടൻസി ഒക്കെ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരും
കൂടുതൽ ആൾക്കാർക്കും ചിലപ്പോൾ പുതിയ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നോ കോഡ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കോഴ്സുകൾ കാര്യങ്ങളൊക്കെ സെല് ചെയ്യാൻ നമ്മൾ LMS ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ കോഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെല് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ ഈ കസ്റ്റമറെ നമ്മൾ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൽ പെടാത്ത കുറച്ച് ഫീച്ചേഴ്സും കൂടി ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ബിസിനസ് കൺസൾട്ടൻസി അല്ലെങ്കിൽ BC എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.